السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم اضطره إلى عذاب النار وبئس المصير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് മരണം പുൽകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു സ്വർഗം ഉറപ്പുവരുത്തി യാത്ര പോകാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോക മുസ്ലിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലും ഉള്ള മുസ്ലിങ്ങളും അനുഭവിക്കുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും താൽക്കാലികമായെങ്കിലും അവധി നൽകാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് ലോകമുള്ളത്, പ്രത്യേകിച്ച് കേരളമുള്ളത്. വളരെ അവധാനതയോടുകൂടി ജീവിക്കുകയും വളരെ അവധാനതയോടുകൂടി നമ്മുടെ വോട്ടവകാശം നിർബന്ധമായും നിർവഹിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ലോകത്ത് മുസ്ലിങ്ങൾ പൊതുവെ എല്ലായിടങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാണ്. മുസ്ലിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് രാജ്യത്ത് നിർഭയത്വമില്ല. രാജ്യത്ത് നിർഭയത്വമുണ്ടാവണമെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് നിർഭയത്വമുണ്ടാകണമെങ്കിൽ അവർ പാലിക്കേണ്ടുന്ന ചില നിയമങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച നാളിൽ അദ്ദേഹത്തിന് വേണ്ടി തീക്കുണ്ടാരമൊരുക്കിയത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാജാവും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ രാജ്യവും നാട്ടാരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്നു. അദ്ദേഹം അവരോട് ഭൗതികമായി യാതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതായിരുന്നു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. അത് അംഗീകരിക്കാൻ കഴിയാത്ത, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഈ വിഷയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ
അദ്ദേഹത്തിന് തീക്കുണ്ടാരമൊരുക്കി. അള്ളാഹു അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ രക്ഷിച്ചു. വലിയ പീഡനത്തിൽ നിന്നാണ് രക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാവുമല്ലോ. കഥ കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനേക്കാൾ വലുതായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകനായ റബ്ബിനെ സ്വീകരിച്ചതുകൊണ്ട്, റബ്ബിനെ കൽബിൽ സ്വീകരിച്ചതുകൊണ്ട്, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണമേകി. ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബിനോട്. വൈദ് ഖാല ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവെ ഈ രാജ്യത്ത് മുസ്ലിമായി മൂമിനായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രം അഭയം തേടിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം രക്ഷ ചോദിച്ചുകൊണ്ട്, എല്ലാം സൃഷ്ടിച്ച, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന, എല്ലാറ്റിനും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്ന, എല്ലാ അനുഗ്രഹങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പടച്ചോനെ ഈ രാജ്യത്തെ നിർഭയത്വം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് നിർഭയത്വം വേണം. മുസ്ലിങ്ങൾക്ക് ഇന്നില്ലാതിരിക്കുന്നത് നിർഭയത്വമാണ്. ആ നിർഭയത്വം തരണേ എന്നാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ അവരുടെ ആശയമനുസരിച്ച്, ആദർശമനുസരിച്ച്, നിലപാടനുസരിച്ച്, അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള നിർഭയത്വം അള്ളാഹുവെ നീ നൽകണം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അള്ളാഹുവെ നീ അവർക്ക് ഭക്ഷണം നൽകണം. ഇഷ്ടം പോലെ അവരുടെ പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് അടുക്കാനും കഴിയണമെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം, അതും നീ നൽകണം. ആർക്കാ കൊടുക്കേണ്ടതെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരായ മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ആളുകൾക്ക് പടച്ചോനെ നീ ഭക്ഷണവും കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹു ആ നേരിയ പിഴവ് പോലും ഇബ്രാഹിം നബിയെ തിരുത്തി. അള്ളാഹു പറഞ്ഞു, വമൻ കഫറ, ഏകനായ റബ്ബിനെ അംഗീകരിക്കാത്ത, നിഷേധിക്കുന്ന, അല്ല ഇല്ല എന്ന് പറയുന്ന കാഫറുകളായ ആളുകൾക്കും ഞാൻ ഈ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം ഞാൻ എല്ലാവർക്കും കൊടുക്കും. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രം കൊടുക്കാനാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. പക്ഷെ അള്ളാഹു പറയുന്നു, കാല വമൻ കഫർ, കാഫറിനും ഞാൻ കൊടുക്കും. ഫഉമത്തിയുഹു കലീല, തൗഹീദില്ലാത്ത, ശിർക്കുള്ള, കാഫറായ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവില്ലെന്ന് പറയുന്നവർക്ക് പോലും ഞാൻ ഭക്ഷണം കൊടുക്കും. എന്നാലോ ഫഉമത്തിയുഹു കലീല, അല്പകാലം ഈ ദുനിയാവിൽ ഒരു കുറിപ്പിട്ട കാലം അവർക്ക് സുഖം നൽകും. സുമ്മൽത്തറുഹു ഇലാ അദാബിന്നാർ, പിന്നെ നിർബന്ധിച്ചവരെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. ബീസൽ മസീർ, ആ മടക്ക സ്ഥലം വളരെ മോശമാണ്. അവിടെ നന്നാവാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളെ ദ്രോഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായൊരു പ്രാർത്ഥനയിൽ അതിനിടയിൽ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹംനാ, അള്ളാഹുവെ മുസ്ലിങ്ങളോട് കരുണയില്ലാത്ത ഭരണാധികാരികൾക്ക് പടച്ചോനെ നീ അധികാരം നൽകരുതേ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ തുസല്ലിത്ത് അലൈനാ, ഞങ്ങളുടെ മേൽ അധികാരം നൽകരുത്, മൻ ലാ യർഹംനാ, ഞങ്ങളോട് കരുണ ചെയ്യാത്തവരോട്, ഞങ്ങൾക്ക് കരുണ ചെയ്യാത്ത ആളുകളോട് പടച്ചോനെ നീ അധികാരം കൊടുക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനത്തിൽ കാണാം, ലാ തജലിൽ ലാലിമീന ഹാക്കിമീന അലൈന ഫഇന്നഹും ലാ യർഹമുന റൈ, പടച്ചോനെ അക്രമികളായ ആളുകൾക്ക് നീ അധികാരം കൊടുക്കരുത് പടച്ചോനെ ഞങ്ങളുടെ മേൽ, മുസ്ലിങ്ങളുടെ മേൽ അക്രമികളായ ആളുകൾക്ക് പടച്ചോനെ നീ അധികാരം കൊടുക്കരുത്. നമ്മൾ സാധാരണ ഒരു മുസ്ലിം എന്നുള്ളവർക്ക് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യം വേണം. ആരോഗ്യം വലിയ ഇതാണ്. നിർഭയത്വം അതൊന്നും നമ്മൾ ചോദിക്കാറില്ല. നിർഭയത്വം വേണം പടച്ചോനെ നമ്മൾ ചോദിക്കില്ല. നമുക്ക് എപ്പോഴും മുക്കാല് വേണം, നല്ല വീട് വേണം, കാറ് വേണം, നല്ല മക്കൾ വേണം, നല്ല പഠിച്ച വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള ആളുകൾ. ജീവിക്കുന്ന രാജ്യത്തിന് നിർഭയത്വം വേണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിന്നുവരെ തോന്നിയില്ല. ഉണ്ടോ? നമ്മളാരും വളരെ വിഷമത്തോടു കൂടി റബ്ബിനോട് ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. ഈ രാജ്യത്ത് അള്ളാഹുവെ നിന്നെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ, നിർമ്മിതവാദികളായ ആളുകൾ, വർഗീയവാദികളായ ആളുകൾ, ഇവരുടെ എല്ലാം ഉപദ്രവത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അനുഗ്രഹിക്കണേ റബ്ബെ എന്ന് നമ്മളാരും പ്രാർത്ഥിച്ചില്ല.
ഫൈന്നഹും ലാ യർഹമുന റഈ, അവർ പ്രജകളോട്, പടച്ചോനെ ഈ വളരെ അക്രമികളായ ഭരണാധികാരികളായ ആളുകൾ ഫൈന്നഹും ലാ യർഹമുന റഈ, അവർ പ്രജകളോട് കാരുണ്യമില്ലാത്തവരാണ് പടച്ചോനെ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും നിർഭയത്വവും സുഭിക്ഷമായ ദുനിയാവിലെ ജീവിതവും ഉണ്ടാവണമെങ്കിൽ അള്ളാനെ മാത്രം ആരാധിക്കണം. നമ്മളൊക്കെ സാധാരണ ചെറിയൊരു സൂറത്ത് ഓതാറില്ലേ? എന്താണ് ആ സൂറ? ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. എന്താണ് ആ ആയത്തിൻ്റെ സവിശേഷത? നമുക്കറിയാം, അറേബ്യ രാജ്യത്ത് അവർക്ക് തീത്തുപ്പുന്ന മണലാരണ്യത്തിൽ വലിയ കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കാരക്കയാണ്. അതുകൊണ്ടുപോയി വിപണനം നടത്താനും വിൽപ്പന നടത്താനും സാധിക്കുന്ന തരത്തിൽ അതിശൈത്യമായ കാലത്തും അതിശക്തമായ ചൂടുള്ള കാലത്തും അള്ളാഹു അവർക്ക് രാജ്യത്തെ ഇണക്കി കൊടുത്തു എന്നാണ് തുടങ്ങുന്നത്. ഈലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടായി കൊടുത്തു. റിഹിലത്ത ഷിത്താഹ്, ഷിത്താഹിലെ യാത്രക്ക്, ഷിത്താഹ് ശൈത്യം, ശൈത്യകാലത്തെ യാത്രക്ക് ഖുറൈശികൾക്ക് അള്ളാഹു ഇണക്കമുണ്ടായി കൊടുത്തു. വസൈഫ്, ഉഷ്ണകാലത്തും. അപ്പോൾ അവർ യാത്ര പോയത് ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കുമായിരുന്നു. അതവരുടെ കച്ചവട യാത്രയാണ്. ഈ കച്ചവട യാത്രക്ക് ഇണക്കമുണ്ടായി കൊടുത്തു. അത് പറഞ്ഞിട്ട് അല്ല പറയാം. ആ യാത്രയെപ്പറ്റി പറഞ്ഞ ഉടനെ പറയുന്നു, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അതിനാൽ ഈ സൗകര്യങ്ങൾ, ഈ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയ, ഈ യാത്രക്ക് അനുഗ്രഹം നൽകിയ റബ്ബിനെ, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കേട്ടോ, ആരാധന വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അള്ളാഹിനോട് നന്ദി കാണിക്കാൻ എന്താ അറിയാം? ഇപ്പം നമ്മളെ ഭാര്യ നമ്മളോട് നന്ദി കാണിക്കേണ്ട എങ്ങനെ? നമ്മൾ ഉമ്മാനോട് എങ്ങനെ, മാതാപിതാക്കളോട് എങ്ങനെ നന്ദി കാണിക്കേണ്ടത്? ഇതൊക്കെ നമുക്കറിയാം അല്ലേ? മാതാപിതാക്കളോട് എങ്ങനെ നന്ദി കാണിക്കേണ്ടത്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളുടെ നേരെ വരുന്ന ഏത് അപകടത്തെയും തടുക്കണം. ഇതൊക്കെ അല്ലേ അവരോടുള്ള നന്മ, അല്ലേ? അവരോടുള്ള നന്ദി. നേരെ മറിച്ച് അള്ളാഹ്ക്ക് നിങ്ങൾ ചോറിൻ്റെ പൊതി കൊടുത്തേക്കണ്ട, നിങ്ങൾ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ എന്താ വേണ്ടത്? ഇഅ്ബുദുല്ലാ, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. അതാണ് അള്ളാഹ്ക്കുള്ള നന്ദി. നിരന്തരമായി അള്ളാഹു ആവശ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ടാണ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിൻ്റെ നാഥനായ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അല്ലദീ അത്അമഹും മിൻ ജൂ, നിങ്ങൾക്ക് വിശപ്പിന് ആഹാരം നൽകിയവനാണ് അല്ലാഹ്. നിങ്ങൾക്ക് വിശക്കാതിരിക്കാൻ രാജ്യത്ത് സുഭിക്ഷമായ ഭക്ഷണം മഴ വർഷിപ്പിച്ചും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയും നിങ്ങളെ സുഖിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഭക്ഷണം കഴിച്ചിട്ട് വആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് നിർഭയത്വം നൽകിയല്ല. അത് ആ നിർഭയത്വം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ഭക്ഷണം സുഭിക്ഷമായി ലഭിക്കണമെങ്കിൽ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, കഅബാലയത്തിൻ്റെ നാഥനായ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഇതാണ് ആ സൂറത്തിൻ്റെ പ്രമേയം. ഇതൊക്കെ നമ്മൾ ഓതുന്ന ചെറിയ ചെറിയ സൂറയാണ് അല്ലേ? ചിലപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാൻ വേണ്ടി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം കിട്ടുന്നുണ്ടോ? ഫൽയഅ്ബുദു, അതുകൊണ്ട് അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൻ്റെ, ഏതാ ബൈത്ത്? ബൈത്തുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ കഅബാലയം, അതിനെ ആരാധിക്കണം. അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹിനെ. ആ ഉടമസ്ഥൻ എന്താ ചെയ്തെന്നത്? അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് അവൻ വിശപ്പിന് ആഹാരം നൽകി, ശത്രുക്കൾ നിങ്ങൾക്ക് നിർഭയത്വം നൽകി. ഇന്നോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ വിട്ടു. അപ്പോൾ എല്ലാ നാനാ തരത്തിലുമുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ നേരെ അതിശക്തമായി മാരകമായ നിയമം കൊണ്ടായിരുന്നാലും മറ്റുള്ള രൂപത്തിലായിരുന്നാലും, എല്ലാവരുമല്ല, മുസ്ലിങ്ങൾ ആരാണെന്നും മുസ്ലിങ്ങൾ യഥാർത്ഥ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നും രാജ്യത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നും രാജ്യത്തിന് നിർഭയത്വം കൊടുക്കുക എന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ്. രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കേണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരുത്തിയ അല്ലാഹ്, അതാണ് ആ അല്ലാഹ്ലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കണം ഭക്ഷണം. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതിരുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സുമ്മൽതറുഹു ഇലാ അദാബിന്നാർ, നരകത്തിലേക്ക് നിർബന്ധിക്കും. അത് പരലോകത്തെ കാര്യമാണ്. ഇപ്പം പരലോകത്ത് അള്ളാഹു നമുക്ക് രക്ഷ ലഭ്യമാകണമെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ
ശത്രുക്കളിൽ നിന്ന് നിർഭയത്വം ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതിന് നിലപാടുകൾ വേണം. മുസ്ലിങ്ങൾ ചവറ് പോലത്തെ ആൾക്കാരാകാൻ പാടില്ല. മുസ്ലിങ്ങൾ ചവറ് പോലെ ആകുമ്പോൾ നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ ആക്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൂഷിക്കുൽ ഉമം അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്ലത്തു ഫീ ഖസ്അതിഹാ. ഭക്ഷിക്കാൻ വേണ്ടി കഠിനമായ വിശപ്പോടുകൂടി കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ ഭക്ഷണത്തളികയിൽ ഭക്ഷണം കണ്ടാൽ, വിശന്ന് പൊരിഞ്ഞ ആളുകൾ ഭക്ഷണം കണ്ടാൽ ഭക്ഷണത്തളികയിലേക്ക് പാഞ്ഞടുക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേരെ പലതരം നിയമങ്ങൾ കൊണ്ട് ഭരണാധികാരികളും അതല്ലാത്തവരുമായ ആളുകൾ നിങ്ങളെ ആക്രമിക്കും. റസൂലുള്ള പറയാണ്, നിങ്ങൾ ആക്രമിക്കും, മുസ്ലിങ്ങൾ ആക്രമിക്കും. ആര്? എങ്ങനെയാണ് ആക്രമിക്കാന്ന് ഉപമിച്ചത്? പട്ടിണി കിടന്ന് വിശന്ന് പൊരിഞ്ഞ മനുഷ്യന്മാർ അവരൊരു ഭക്ഷണത്തളിക കണ്ടാൽ അതിലേക്ക് ചാടി അടുക്കുന്നത് പോലെ. അതാണ് ഇലാ ഖസ്അതിഹാ. ഫഖാല, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഒമിൻ കില്ലത്തി നഹ്നു യൗമൈ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ? ഇപ്പം നമ്മൾ പറഞ്ഞത് എപ്പോഴും ന്യൂനപക്ഷം എന്നാണല്ലോ, ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊക്കെ അല്ലേ. ന്യൂനപക്ഷമായതുകൊണ്ടാണോ മുസ്ലിങ്ങൾ? കാല, നബി പറഞ്ഞു, ബൽ, ഇല്ല. അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എണ്ണത്തിൽ വർധനവായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, കസീറായിരിക്കും. എന്നാലോ വലാക്കിന്നക്കും ഹുസാഉൻ ക ഹുസാഇ സൈൽ, എന്നാൽ ജലപ്രവാഹം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ വരുന്ന ചവറ് പോലത്തെ മുസ്ലിങ്ങളായിരിക്കും. ഒരാദർശം ഉണ്ടാവില്ല, തൗഹീദ് ഉണ്ടാവില്ല, ഉള്ള എല്ലാ ശിർക്കിനും പങ്കുവെക്കും, എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കല്യാണം നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രാധാന്യമില്ല, ഇസ്ലാമിന് പ്രാധാന്യമില്ല, ഒക്കെ നമ്മളിഷ്ടം. എന്നിട്ട് നമ്മളെ പേരോ മുസ്ലിം അല്ലേ? അത്തരം ചവറ് പോലത്തെ മുസ്ലിങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മുസ്ലിങ്ങളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുക. മനസ്സിലായി? ഇത് പറയുന്നത് 14 നൂറ്റാണ്ട് മുമ്പാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. എന്നിട്ട് പറയാണ്, വല യൻസിഅന്ന മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബത്ത മിൻകും, നിങ്ങളോടുള്ള ഭയം ശത്രുക്കൾ എന്നുള്ള ഊരിക്കളയും. മുസ്ലിങ്ങളോട് ഒരു ഭയവും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല. ഊരിക്കളിയും, അല്ല ഊരിക്കളിയും അവരുടെ കൽബിൽ നിന്ന്. നമ്മളോടുള്ള ഒരു പേടി ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അൻതുമില്ലാവിലവും, നിങ്ങളാണ് ഉന്നതർ. ലോകത്ത് നിങ്ങളെക്കാൾ ഉന്നതരായി ഭൂമിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ലാ പറഞ്ഞത് എപ്പോ? അൻതുമില്ലാവിലവും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ, നിങ്ങൾ ആദർശത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ ആദർശങ്ങളിലും എല്ലാ ആദർശങ്ങളെയും എല്ലാവരെയും സ്നേഹിച്ച് എല്ലാ മതാനുയായികളെയും, എല്ലാ മതവും ഒന്നാണ്. എന്തെല്ലാം വിവരക്കുറവ വളമ്പലും അറിയോ? കുറേ സ്ഥിരിട്ട മുസ്ലിങ്ങളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കൂല്ല, മനസ്സിലാക്കൂല്ല. അവർ സ്വന്തം ബുദ്ധി കൊണ്ട് ഇസ്ലാമിനെ അളക്കും. എന്നിട്ട് സർവമത സത്യവാദം. എല്ലാ മതവും ഒന്നാണ്, എല്ലാ മതത്തിൻ്റെയും ആദർശം ഒന്നാണ്. ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ദീനെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ, അള്ളാഹു പറഞ്ഞെന്താ നമ്മളോട്? എപ്പോഴും അതാ പറയുന്നുണ്ട്, അനിഷ്കുറിലില്ല, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞു അല്ലേ? ഇൻകുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹ്ക്ക് നന്ദി കാണിക്കാറെന്താ? അള്ളാഹിനെ മാത്രം ആരാധിക്കുകയാണ്. അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മുസ്ലിങ്ങളായ ആളുകളോട് മറ്റു വിഭാഗം ആളുകൾക്ക് ഗാംഭീര്യമുണ്ടാവും, അവരോട് ആദരവുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മുമ്പത്തെ കാലത്തൊക്കെ മുസ്ലിങ്ങൾ എന്തായിരുന്നാലും വലിയ ദീനൊന്നും ഇല്ലെങ്കിലും വലിയ അക്രമമൊന്നുമില്ലാത്ത പഴയ കാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു 10-40 കൊല്ലം പിറകോട്ട് പോയാൽ മുസ്ലിങ്ങളുടെ 90% മുസ്ലിങ്ങളുടെയും വീടുകളിൽ ജോലി ചെയ്യുന്ന, കച്ചവടങ്ങളിൽ ജോലി ചെയ്യുന്ന, വ്യവഹാരങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇവിടുത്തെ അന്യമതസ്ഥരായിരുന്നു. അവർ വളരെ വിശ്വസ്തരുമായിരുന്നു. അവർക്ക് ആർക്കും മുസ്ലിങ്ങളോട് എതിർപ്പുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുപോയപ്പോൾ, നിങ്ങൾ അവരെപ്പോലെ ആയപ്പോൾ, നിങ്ങൾ അവരെപ്പോലെ കുടിക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ അവരെപ്പോലെ ഷീട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ അവരെപ്പോലെ ലോട്ടറി എടുക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ അവരെപ്പോലെ പലിശ വാങ്ങാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുള്ള എല്ലാ ഭയവും അവർക്ക് നീങ്ങി. ഓലൊക്കെ ഒന്ന് തന്നെ. പിന്നെ ഇസ്ലാം മതത്തിനൊരു പ്രത്യേകതയില്ല. അപ്പം അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, പോലെ യൻസിഅന്ന മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബത്ത്, അദുവിന് ശത്രുക്കളായ ഇതര വിഭാഗം ആളുകൾക്ക്, ശത്രുക്കൾക്ക് പോലും നിങ്ങളെപ്പറ്റിയുള്ള
ഒരു പ്രയാസം, അവർക്ക് ഒരു പേടി എടുത്തു കളഞ്ഞല്ല. എന്നിട്ടോ വല യഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹ്ൻ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞെടുക്കുന്ന ഈ ചവറ് പോലത്തെ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു ഭയം ഇട്ടു കൊടുക്കും. വഹ്ന് അതാ വല യഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹ്ൻ. വഹ്ന് എന്താ? അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി ജീവിച്ചിരുന്ന നാളിൽ വഹ്ന് എന്ന പ്രയോഗം ബലഹീനതയ്ക്ക് ഉപയോഗിക്കാറില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയത് വഹ്നാണ്. അപ്പം അതുകൊണ്ട് സഹാബത്ത് ചോദിച്ചു, കാല ഖായിലുൻ യാ റസൂലല്ലാഹ്, ചോദ്യകർത്താവ് ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, ഒമൽ വഹ്നു, എന്താണ് ഈ ബലഹീനത? വഹ്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാല, നബി പറഞ്ഞു, അവർ ഹുബ്ബു ദുനിയ, അവർക്ക് ദുനിയാവിൽ ഇഴകി ജീവിക്കാൻ ഏറ്റവും ഇഷ്ടം. കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ ഭയങ്കര വിഷമമാണ്, മരിക്കാൻ പ്രയാസം ഉണ്ടാകുക. അതോടൊപ്പം ദുനിയാവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. ദുനിയാവ് സ്നേഹിക്കേണ്ടെന്നല്ല പറഞ്ഞില്ല, ഹുബ്ബു ദുനിയ, ദുനിയാവിനോട് അമിതമായ സ്നേഹം. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ അള്ളാഹിന്റെ ദീനൊക്കെ ഒഴിവാക്കുന്നത്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ലോകത്തുള്ള എല്ലാവരും ഒന്നാവും. ലോകത്തുള്ള എല്ലാവരും ഒന്നാകാൻ അല്ല ഉപയോഗിച്ച മാർഗോ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒറ്റ ഉമ്മത്താണ്. അതിനെന്ത് വേണം? അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്നും ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം വന്നാൽ ഈ ലോകത്തുള്ള എല്ലാവരും ഒന്നാണ്. അല്ലാണ്ട് എല്ലാവരുടെയും ആദർശവും വിശ്വാസവും സംസ്കാരവും ഒക്കെ നമ്മൾ പുണർന്നാൽ ലോകത്തൊരിക്കലും ഒന്നാവില്ല. ലോകത്തുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞെന്താ, നമുക്ക് എല്ലാവർക്കും ഒന്നാവാം, മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. ആയിക്കോട്ടെ, മനുഷ്യർ തന്നെയാണ്. മനുഷ്യരായ നമ്മൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. എന്താ നന്ദി? അള്ളാഹിനെ മാത്രം ആരാധിക്കണം. അള്ളാഹിനെ മാത്രം ആരാധിക്കാത്ത ഒരവസ്ഥ വന്നാലോ നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയാം, വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ് വമിനല്ലദീന അശ്റകു അദൻ കസീറ. വല തസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും. അള്ളാഹ് പറഞ്ഞത് മിനല്ലദീന ഊത്തുൽ കിതാബ്, അള്ളാഹു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മുസ്ലിങ്ങളായ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒമിനല്ലദീന അശ്റക്കും, മുശ്രിക്കുകളിൽ നിന്നും ബൗദ്ധ വിശ്വാസികളായ ആളുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്ത്? അദൻ കസീറ, വേദനിപ്പിക്കുന്ന വാക്കുകളും പീഡിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും. എപ്പോൾ? നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ, ആദർശത്തിൽ നിന്ന് നിലപാടുകളില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അകന്നു പോകുമ്പോൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുക. നമുക്ക് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, എണ്ണാൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹം അള്ളാഹു തന്നു, അല്ലേ? ഇപ്പം ഈ കാണുന്ന കണ്ണ്, അലൻ നജഅലഹു ഐനൈൻ, നാം നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലേ? വ ലിസാനൻ, ഒരു നാവ് തന്നില്ലേ? വ ശഫത്തൈൻ, രണ്ട് ചുണ്ട് തന്നില്ലേ? രണ്ട് ശഫത്തുകൾ, അല്ലേ? അലൻ നജഅലഹു ഐനൈൻ, ഇതൊക്കെ അല്ലാഹ് തന്നതാ. ആലോചിച്ച് നോക്ക്, രണ്ട് കണ്ണുകൾ. ഈ രണ്ട് കണ്ണ് തന്നെ കുറച്ച് പ്രായമാവുമ്പോൾ, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹ് തന്നു തന്ന ഈ കനക വിളക്കുകളുടെ വില അറിയാം. അള്ളാഹ് ചോദിക്കുകയാണ് അനുഗ്രഹമായിട്ട്, നിങ്ങൾ തന്നില്ലേ? അലം നജഅലഹു ഐനൈൻ വ ലിസാനം വ ശഫത്തൈൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഇദ് തഅദ്ദന റബ്ബുക്കും, അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, ലഇൻ ശക്കർത്തും, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിച്ച് അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിച്ചാൽ ല അസീദന്നക്കും, അള്ളാഹു നിങ്ങളുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. വലയിൻ കഫർത്തും, നിങ്ങൾ അള്ളാഹുവിൻ്റെ തൗഹീദ് നിഷേധിച്ചുകൊണ്ട് ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം കണ്ട ജാരങ്ങളും മക്ബറകളും കെട്ടിപ്പൊക്കിയതും കെട്ടിപ്പൊക്കാത്തതും, ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരും മരിച്ചുപോയ ഔലിയാക്കന്മാരും ദേവി ദേവന്മാരും അങ്ങനെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, ഇഹത്തിലും പരത്തിലും എൻ്റെ ശിക്ഷ കഠിനമാണ്. ഓർത്തോ, ആ ഇഹത്തിലെ ശിക്ഷയാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാർ നിലവിളിക്കുന്നതനുസരിച്ച് നമ്മൾ നിലവിളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തിരുത്തിയാൽ മതി. ഓല് പല ലക്ഷ്യവുമുണ്ട് അവർക്ക്. രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്നല്ല, അവർക്ക് മേലാളാവണം, നേതാവാകണം, അവർ ഭരണാധികാരികളാവണം, അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഈ ഓട്ടം അവസാനിക്കും. അതുകൊണ്ടല്ലേ ഇന്നത്തെ വെള്ളിയാഴ്ച ജുമാ ദിവസം പോലും ചില ബുദ്ധിജീവികളായ ആളുകൾ പറഞ്ഞു ജുമാ നിർത്തിവെച്ചാൽ മതിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ കിതാബുൽ ഉമ്മിൽ പറഞ്ഞ ഒരു വിശദീകരണം എന്ന് വെച്ചാൽ,
ഈ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് ജുമാ നിർബന്ധമില്ല. വോട്ട് ചെയ്യുന്നവർക്കല്ല, ഡ്യൂട്ടിയിൽ പ്രവേശിച്ച ആൾ. കാരണം അവിടെ കള്ളവോട്ട് നടക്കാം, അവിടെ പല തിന്മകളും നടക്കാം. അതുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകൾ ജുമാക്ക് വരണ്ട എന്നുള്ള ഒരു സ്കെച്ചാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബുൽ ഉമ്മിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, എന്തുകൊണ്ട് ഇസ്ലാം ചർച്ച ചെയ്യാത്തൊരു വിഷയമില്ല. അല്ലാണ്ട് മുസ്ലിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഇബാദത്തിന് പകരം ജുമാക്ക് പകരം രാവിലെ മുതൽ നേരം വരെ ഉണ്ടായിട്ട് കച്ചവട സ്ഥലത്തും എല്ലായിടത്തും പോയില്ലേ, ഈ ഒരു ജുമ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ എന്ന് ചർച്ച ചെയ്തോല മുസ്ലിങ്ങൾ. അതിനെ ന്യായീകരിച്ചോല മുസ്ലിങ്ങൾ. അള്ളാഹിൻ്റെ കലാമ് പഠിക്കാനും കേൾക്കാനും ഒരല്പമെങ്കിലും അള്ളാഹിനോട് നന്ദി കാണിക്കാനുള്ളൊരവസരം, അതാണല്ലോ ജുമ. അതിന് പോലും ഇല്ലാതെയാക്കാനുള്ള ചർച്ചകൾ പോലും നടത്തി അല്ലേ? എത്ര നന്ദി കെട്ടവൻ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നോക്കൂ, അള്ളാഹ് പറയാം, അസ്ബഅ അലൈക്കും നിഅമഹു ലാഹിറത്തൻ വബാത്തിന, നിങ്ങൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരോക്ഷമായ എത്ര അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും. ഇപ്പം വിശ്വകരന്മാരായ ഡോക്ടർമാർ അവർ സ്വാഭാവികമായും ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് അറിയുന്ന കുറേ അറിവുകളുണ്ട് അല്ലേ? ശരീരത്തിൻ്റെ പരോക്ഷമായത്. പ്രത്യക്ഷമായത് നമുക്കറിയാം, 2 കണ്ണ് തന്നു, സംസാരിക്കാൻ നാവ് തന്നു. അള്ളാഹ് പറഞ്ഞില്ലേ, അർ റഹ്മാൻ, അള്ളാഹു കാരുണ്യനാണ് കേട്ടോ. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചവനാണ് കേട്ടോ. അല്ലമഹുൽ ബയാൻ, നിങ്ങൾക്ക് സംസാരശേഷി, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പറയാനുള്ള ആശയാവിഷ്കരണ രീതി പഠിപ്പിച്ചവനല്ല. എത്ര അനുഗ്രഹം തന്നാലും സംസാരിക്കാൻ കഴിയാണ്ട് നോക്കണം, ബെബ്ബെ എന്ന് പറഞ്ഞു നോക്കണം. അപ്പോഴേ ഈ ആയത്തിൻ്റെ വില അറിയുള്ളൂ. 2 കണ്ണും കാണാണ്ട് നടക്കുമ്പോഴേ എനിക്ക് വില അറിയുള്ളൂ. ചുണ്ടും നാവുമില്ല സംസാരിക്കാൻ കഴിയാണ്ടാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതാണ് അല്ല പറഞ്ഞ അനുഗ്രഹം. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ട ആരോടാ? അള്ളാനോടാ. അതിന് പകരം ജാറങ്ങളിലും മക്ബറകളിലും ഔലിയാക്കന്മാരുടെയും പിന്നാലെ നടക്കുന്നു മുസ്ലിങ്ങൾ. മറ്റുള്ളവരിലേക്ക് നമ്മൾ കിടക്കണ്ട. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? മുസ്ലിങ്ങൾ, വിശുദ്ധ ഖുർആന്റെ വേദഗ്രന്ഥത്തിന് അനുയായികളായ മുസ്ലിങ്ങൾ പോലും, ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ വ ആമനഹും മിൻ ഖൗഫ്, ശത്രുക്കളിൽ നിന്ന് നിർഭയത്വം നൽകിയ, നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണം നൽകിയ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാത്ത ജീവിക്കുന്ന ആളുകൾ. മഹാ അത്ഭുതം. ഏതായിരുന്നാലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം റസൂലുള്ളാഹി പറയാണ്, അന്നഈമു, അനുഗ്രഹം ലഭിച്ചെന്ന് പറഞ്ഞാൽ ഹുവൽ അംൻ, അത് രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ റബ്ബിൻ്റെ അനുഗ്രഹം അതാ നമുക്ക് കിട്ടേണ്ടത്. ഹുവൽ അംൻ. രണ്ടാമത്തത് വസിഹ, ആരോഗ്യം. ആരോഗ്യവും നിർഭയത്വവും അത് രണ്ടും ഉണ്ടാവണം. അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെ പറ്റി റസൂലുള്ളാഹി പറയാണ്, ഇന്നന്നാസ ലം യുതൗ ബഅദൽ യഖീൻ, ഈമാനിന് ശേഷം, തൗഹീദ് ഉൾക്കൊണ്ട ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഖൈറൻ മിനൽ ആഫിയ, ആരോഗ്യത്തെക്കാൾ നിർഭയത്വം, രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം ലഭിക്കുന്ന അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ആരോഗ്യം പോലെ നിങ്ങൾക്കറിയാം അല്ലേ? അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്ര ആളുകളാണ് കൂട്ടരെ ആശുപത്രികളിൽ മാരകമായ ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ, സ്ട്രോക്ക്, അങ്ങനെ തുടങ്ങുന്ന മാരകമായ രോഗങ്ങൾ. അള്ളാഹു എല്ലാവരെയും എല്ലാവിധ പരീക്ഷണത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരീക്ഷണം അനുഭവിച്ചവർക്കും ഇനി നമുക്കിപ്പോൾ ക്യാൻസർ ഉണ്ടോയെന്ന് ആർക്കാ അറിയാം? എന്തേ ഒരു ടെസ്റ്റിന് പോകുമ്പോഴാണ് അറിയാം അല്ലേ? അള്ളാഹു എല്ലാവരെ തൊട്ടും മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അനുഗ്രഹം ചെയ്തു തന്ന റബ്ബിനോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. വേദനയോടുകൂടിയും സങ്കടത്തോടു കൂടി ഓർക്കുക. അള്ളാഹ്ക്ക് നന്ദി കാണിക്കാത്തവൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് മുവഹിദുകളായ ഞാനും നിങ്ങളും, നമ്മളുടെ എന്തായിരുന്നാലും പ്രത്യക്ഷമായ ശിർക്കുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കേട്ടോ. നമ്മളെന്ത് ചെയ്യില്ല, ജാറങ്ങളിലും മക്ബറകളിലും ഒന്നും പോയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല നമ്മൾ. അള്ളാഹു തന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ, മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഉറുക്കുന്നൂലും പിഞ്ഞാണെഴുത്തും ബസ്സിലെഴുത്തും നട്ട് നടക്കുന്ന ഉറുക്കുന്നൂലും കെട്ടി നടക്കണവരല്ല നമ്മൾ. മനസ്സിലായോ? അതൊക്കെ അള്ളാഹുലേൽപ്പിക്കും. ഇന്ന റുക്കാവത്തമായിമ വത്തിവലത്തെ ശിർക്കുൻ, ഉറുക്ക്, മന്ത്രം, തിവലത്ത് പറഞ്ഞാൽ പ്രത്യേക തരം ഇസ്മിൻ്റെ പണിയാണ്.
എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താക്കന്മാരും പരസ്പരം തെറ്റിയിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് ഉസ്താദന്മാർ പൈസ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പണിയാണ് തിവലത്ത്. തിവലത്ത് പറഞ്ഞാൽ കോഴിമുട്ടമലൊക്കെ ഒറ്റക്ഷരത്തിൽ എഴുതുക, ബത്തിലിൻ്റെ മുകളിൽ ഖുർആൻ്റെ ആയത്ത് എഴുതിയിട്ട് ഒരു സ്ഥലത്ത് ഒട്ടിക്കുന്നതല്ല ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ കോഴിമുട്ട അടുപ്പ് കുഴിച്ചിടുക. ആ സ്നേഹം കുറഞ്ഞ ഭർത്താവിന് ആ കോഴിമുട്ട കൊടുത്താൽ എന്തെങ്കിലും എനർജി ചിലപ്പോൾ സ്നേഹം കൂടിയേക്കാം. അതിന് പകരം അത് അടുപ്പ് കുഴിച്ചിടുക. ഇതൊക്കെ ചെയ്യൽ ശിർക്കാണ്. അത് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അതോടാണ് റസൂലുള്ള പറയുന്നത് ഇന്ന റുക്ക. ചിലവരൊക്കെ അരേക്കാണ് ഖുർആൻ്റെ ആയത്ത് എഴുതി കെട്ടിക്കണം തകിടിൽ. എന്നിട്ടോ നമ്മളോട് ചോദിക്കും ഖുർആൻ ഒന്നുമില്ലാണ്ട് തൊടാൻ പറ്റുമോ? ചന്തിമലി ഖുർആൻ എഴുതിയത്. എന്താ ഇത്തരം ആളോട് പറയുക? ചവറ് പോലത്തെ മുസ്ലിങ്ങൾ. അത് ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലുണ്ടാവും, നമ്മളെ ബന്ധുക്കളുണ്ടാവും. പക്ഷെ അവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. കാരണം അവർ എന്താ പറയാറിയോ, മാ വജദ്ന അലൈഹി ആബാഅന കദാലിക യഫ്അലൂൻ. പൂർവികന്മാരായ നമ്മളുടെ തലമുറയായ ബാപ്പപ്പാരൊക്കെ ചെയ്ത പ്രവർത്തനം അത്. ബാപ്പപ്പാരാരാ? ഒന്ന് ഇബ്രാഹിം നബി ചെയ്തോ, മുഹമ്മദ് നബി ചെയ്തോ, നൂഹ് നബി ചെയ്തോ? അവരെ പറ്റിയൊക്കെ നമ്മളെന്താ പറയുന്നത്? എല്ലാ പ്രവാചകന്മാരും ഷക്കാറാണ്. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞൊക്കെ അതല്ല, അൻഉമിഹി ശുക്കൂറ. അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ദാസന്മാരായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ കഴിഞ്ഞാൽ, റസൂലുള്ള പറയാണ്, മൻ അസ്ബഹ മിൻകും മാമിന, നിങ്ങൾക്കാർക്കെങ്കിലും നിർഭയമായി ജീവിക്കാൻ കഴിഞ്ഞു, ഫി സിർബിഹി, തൻ്റെ വീട്ടിൽ, തൻ്റെ കുടുംബത്തിൽ, മുആഫൻ ഫി ജസദിഹി, നിർഭയത്വത്തോടു കൂടി വീട്ടിൽ താമസിക്കുക, മുആഫൻ ഫി ജസദിഹി, ശരീരത്തിന് ആരോഗ്യമുണ്ടാകുക, പിന്നെയോ ഇന്ദഹു കൂത്ത യൗമിഹി, അവൻ്റെ കയ്യിൽ ഒരു ദിവസത്തെ അവന് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും ഉണ്ടായാൽ, ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ, അവന് ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ്. എന്തൊക്കെ പറഞ്ഞ്? ഒന്ന് നിർഭയത്വം, അല്ലേ? നിർഭയത്വം വേണം. രണ്ടാമത്തതോ ശരീരത്തിന് ആരോഗ്യം. മൂന്നാമത്തതോ ഒരു ദിവസം കഴിഞ്ഞു പോകാനുള്ള ഫുഡ്. അതുണ്ടെങ്കിൽ കഅന്നമാ ഹീസത്തു മിന ദുനിയ, ദുനിയാവ് നേടിയവനെ പോലെ. ദുനിയാവ് മുഴുവൻ കിട്ടി, ഇനിയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. കാരണം രാജ്യത്ത് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആ നിർഭയത്വം ഉണ്ടാവണം എന്ത് വേണം? ശിർക്കില്ലാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവണം. മുസ്ലിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവുന്നതിന് ഭയം കൂടുന്നതിന് കാരണം അവർ ശിർക്കിലേക്ക് പോകുന്നുണ്ടാകും. അതുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാളെ പരലോകത്ത് അവൻ്റെ സൽക്കാരത്തിൽ അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് അള്ളാഹുവിൻ്റെ സൽക്കാരം അള്ളാഹു സ്വർഗത്തിൽ നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ആരോഗ്യത്തോടുകൂടിയും നിർഭയത്വത്തോടും കൂടി ജീവിക്കുവാൻ, മുവഹിദുകളായി ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിൽ മുഅ്മിനൂന. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിതത്തിൽ പകർത്തി വളരെ മനോഹരമായ ജീവിതത്തോട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദോടുകൂടി ജീവിക്കുക, ശിർക്കില്ലാതെ ജീവിക്കുക എന്നതാണ്. പിന്നെ അള്ളാഹു ചെയ്തു തന്ന പല അനുഗ്രഹങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് എന്ത്? സംസാരിക്കാനുള്ള കഴിവ്, അല്ലേ? അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, വായന പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ടോ അവൻ ബയാൻ പഠിപ്പിച്ചു, അല്ലമഹുൽ ബയാൻ. ബയാൻ എന്താ? കൽബിലുള്ള ആശയം മറ്റുള്ളവരോട് പറയാൻ. പക്ഷെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലേ? അതും അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. ചെയ്തു തന്ന അനുഗ്രഹമുള്ള നാവ്, അതിനുള്ള നന്ദി എന്താ? ഒന്ന് ദിക്റുകൾ, അല്ലേ? തസ്ബീഹ്, തഹ്ലീൽ, തക്ബീറൊക്കെ ആ നാവ് കൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കൽ, അതെല്ലാം അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. പിന്നെയോ ആ നാവ് കൊണ്ട് കളവ് പറയാതിരിക്കുക, അതും അള്ളാഹിനോടുള്ള നന്ദിയാണ്. നമ്മൾ അറിയാറില്ല കളവ് പറയുമ്പം എന്ത്, ഇത് അള്ളാഹ്ക്കുള്ള നന്ദിയാണ്, ഞാൻ കളവ് പറയാണ്ട് ജീവിക്കുന്നത് അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. ഞാനൊരു സത്യസന്ധനാണ്, നിങ്ങളെല്ലാവരും പറയാൻ എല്ലാം കളവ് പറയാണ്ടൊക്കെയുണ്ട്. ഞാൻ കളവ് പറയാണ്ടൊക്കേണ്ടത് അള്ളാഹു എന്നെ ഖദാബ്, കള്ളൻ എന്ന് അള്ളാഹുവിൻ്റെ റെക്കോർഡിൽ എഴുതാണ്ടക്കണം. മനസ്സിലായി? അപ്പം നാവ് അനുഗ്രഹം, വലിയ അനുഗ്രഹങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നീട്ടി പറയാനുള്ള വിഷയമാണ്, പക്ഷെ സമയമില്ല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നരകത്തിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെ കണ്ടു.
അപ്പം റസൂലുള്ളാഹി അന്വേഷിച്ചു, ആരാണ് ഇത്രയും ശക്തമായ ശിക്ഷ അനുഭവിക്കുന്നത്? അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നഹു റജുലുൻ കദാബ്, അദ്ദേഹം വല്ലാതെ കളവ് പറയുന്ന വ്യക്തിയാണ്. യക്ദിബുൽ കദീബ്, കളവ് അദ്ദേഹം പറയുന്നു മാത്രമല്ല, ഫതഹ്മിലു അൻഹു ഫിൽ ആഫാഖ്, ആ പറഞ്ഞ കളവ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കും. ഇത് പറയുന്ന കാലത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വയ്യില്ലാത്ത കാലമാണ്. ഇപ്പോൾ ഒരാൾ കളവ് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ വ്യാപിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങൾ അറിയണ്ടോ, നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാണ്ടൊരു മെസ്സേജ് വന്നാൽ അതങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചില്ലേ? അപ്പം നിങ്ങൾ ആരായി? ഏറ്റവും ഭീകരമായ ശിക്ഷയ്ക്ക് വിധേയരാവും. അതറിയില്ല, അറിയോ? ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞ സംസാരശൈലി. അതിൽ ശ്രദ്ധിക്കേണ്ട നന്ദി, അള്ളാഹ്ക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ള പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയ അറിയാം, അല്ലേ? ആ ചരിത്രം എല്ലാവർക്കും അറിയാം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ റസൂലുള്ളാഹി ആകാശാരോഹണം നടത്തുകയും അവിടെ വെച്ച് സ്വർഗനരകം കാണുകയും ചെയ്തു, അല്ലേ? റസൂലുള്ളാഹി പറയാണ്, മറർത്തു ലൈലത്ത അസ്റാബി അലാ ഖൗമിൻ, ഇസ്രായിൻ്റെ ദിവസം ഞാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഒരു കൗമിൻ്റെ അടുത്തുകൂടെ പോയി, ആ ഒരു മനുഷ്യ വിഭാഗത്തിൻ്റെ അടുത്തുകൂടെ. ആ മനുഷ്യന്മാർ യഹ്മിഷൂന വുജൂഹവും ബി അദ്ഫാരിയും, അവരുടെ നഖം കൊണ്ട് അവരുടെ സ്വന്തം മുഖം വലിച്ചു കീറി രക്തം ഇങ്ങനെ വാർന്നൊഴുകുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ റസൂൽ നടന്നുപോയി. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലെ, മൻ ഹാവുലായി, ഈ മുഖം വലിച്ച് രക്തം വാർന്നൊലിക്കുന്ന ഈ മനുഷ്യന്മാരാരാണ്? ഹാവുലായി ലദീന യഗ്താബൂന നാസ്, അവർ ജനങ്ങളെ പരദൂഷണം പറഞ്ഞവരാണ്. വയഖഊന ഫി അഗ്റാലിഹിം, അവരുടെ അഭിമാനത്തിൽ കൈകടത്തിയവരാണ്. മറ്റുള്ളവരുടെ അഭിമാനം ചോർന്നിട്ട് സംസാരിച്ചവരാണ്. അപ്പം സംസാരിക്കുമ്പോൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നവരാരായിരിക്കും? അള്ളാഹുവിൻ്റെ ദിക്റുകളാണ് നമ്മളുടെ നാവുകൊണ്ട് പറയേണ്ടത്, അല്ലെങ്കിൽ സത്യന്തമായ കാര്യങ്ങൾ. കളവുകൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയുകയും അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും വേണം. നമുക്കറിയാം, അള്ളാഹു പറയാണ്, ലുക്മാൻ ഹക്കീം തൻ്റെ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന ഒരു സൂറത്ത് ലുക്മാൻ ഉണ്ട്, അല്ലേ? അവിടെ കാണാം, വലക്കത് ആത്തൈന ലുക്മാൻ ഹിക്മ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഹിക്മത്ത് നൽകി, തത്വജ്ഞാനം നൽകി. എന്നിട്ടോ എന്താ തത്വജ്ഞാനം? അനിഷ്കുറിലില്ല, അള്ളാഹ്ക്ക് നന്ദി കാണിക്കണമെന്ന്. സംസാരിക്കാൻ കഴിവുള്ളവൻ ഗീബത്ത് പറയരുത്, മറ്റുള്ളവരുടെ അഭിമാനം കവരരുത്, ഇതൊക്കെ അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഇതൊക്കെ അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. നമ്മൾ വിശുദ്ധരാണ്, ഞാൻ ആരെയും ഒന്നും ചെയ്യാറില്ല, ഞാൻ എത്രയോ പാവങ്ങൾക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ബാത്തിലായി പോകും കേട്ടോ. നമ്മളുടെ നാവിനെ സൂക്ഷിക്കുക, ഇത്തഖുൽ ലിസാൻ, നാവിനെ നിർബന്ധമായി സൂക്ഷിക്കും കേട്ടോ. അത് അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. വമൻ കഫറ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാണ്ട് ആരെങ്കിലും ജീവിച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട അള്ളാഹ്ക്ക് ഇതുകൊണ്ട് വല്ല നേട്ടമുണ്ട്. ഇപ്പം നമ്മൾ വോട്ട് ചെയ്താൽ നേട്ടാർക്കുണ്ട്? വോട്ട് ചെയ്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, അല്ലേ? പക്ഷെ നിങ്ങൾ നന്ദിയോടുകൂടി ജീവിച്ചാൽ അള്ളാഹ്ക്കൊരു വലുപ്പമോ ഉയർച്ചയോ ഇല്ല. വമൻ കഫറ, നിഷേധിച്ചാൽ, തൗഹീദ് നിഷേധിച്ചാൽ, അള്ളാഹ് നിഷേധിച്ചാൽ, ഫൈനല്ലാഹു ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ഏറ്റവും ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്. അള്ളാഹിൻ്റെ ഐശ്വര്യത്തിനോ സ്തുതിക്കോ ഒരു മാറ്റവും ഉണ്ടാവില്ല. വഇദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ ശിർക്ക് ചെയ്യരുത്, അള്ളാഹ്ക്ക് നന്ദികേട് കാണിച്ചുകൊണ്ട് നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. എന്താ കാരണം? ഇന്ന ശിർക ലദുൽമുൻ അലീം, ഗുരുതരമായ പാപമാണ് കേട്ടോ, ചെയ്യരുത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ അള്ളാഹു പറയാം, സൂറത്ത് ലുഖ്മാൻ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം കേട്ടോ. ഓരോരോ വിഷയമാണ് ഇതൊക്കെ. തെറ്റുപറ്റുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുകളാണ്. നമുക്കൊന്നും നമ്മുടെ മാതാപിതാക്കളൊന്നും വേണ്ട, നമുക്ക് നമ്മളെ ഭാര്യനെ മതി. കുറച്ച് കഴിഞ്ഞാൽ ഭാര്യയും വേണ്ട, കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും വേണ്ട, കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ അല്ലാണ്ട് വേറൊന്നും വേണ്ട, അല്ലേ? കുറച്ച് കാലം കഴിഞ്ഞാലോ ഭാര്യ അല്ലാണ്ട് ആട്ടി പുറത്താക്കിയ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ ഇങ്ങോട്ട് വരാനും വയ്യ, അഭിമാനം ഓർത്തിട്ട്. അപ്പം പിന്നെന്ത് ചെയ്യും? എനിക്ക് ഏതായാലും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അത് മതി. അങ്ങനെ എന്ത് ചെയ്യുക? ഒരു ജീവിതമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വസ്സൈനൽ ഇൻസാന ബിവാ, മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെടുന്നു
മുസ്ലിങ്ങൾക്ക് നിർഭയത്വമില്ല എന്ന് വെറുതെ വാചാലമായാൽ പോരാ. മുസ്ലിങ്ങളാണോ എന്ന് ആലോചിക്കണം കേട്ടോ. വസ്സൈനൽ ഇൻസാൻ, നമുക്ക് ആർക്കും നമ്മുടെ ഉമ്മാനോടും ബാപ്പാനോടും വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ അവരെ വർത്താനൊക്കെ അത്ര അപകടമാണ്. നോക്ക് നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തും ചെയ്യും. നോക്കാത്ത മക്കളെ നിങ്ങളെ മുമ്പിൽ തന്നെ നല്ലോണം വാഴ്ത്തി പറയും. ഇതൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് അള്ള പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മയാണ്. ഒബിൽ വാൽദൈനി ഇഹ്സാന, അത് പറഞ്ഞിട്ട് അള്ള പറയാം. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മ നിന്നെ വയറ്റിൽ പേറിയത്. ഓ ഫിസാലുഹു ഫി ആമീൻ, നിന്റെ വളർച്ചയിൽ 2 വർഷക്കാലം നിനക്ക് മുലയൂട്ടിയ മാതാവാണത്. അതുകൊണ്ട് ആ അമ്മിൻ്റെ പാല്, മുലപ്പാല് ആ ബ്രസ്റ്റിൽ നൽകിയ അള്ള പറയാണ് അനിഷ്കുർലി, അതുകൊണ്ട് നീ ആദ്യം എനിക്ക് നന്ദി കാണിക്കണം. നിനക്ക് ആ മുലപ്പാൽ തന്ന മാതാവിൻ്റെ ആ ബ്രസ്റ്റിൽ ആ മുലപ്പാൽ ശേഖരിച്ച അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. അനിഷ്കുർലി, അങ്ങനെ നന്ദി കാണിക്കേണ്ടത് പറഞ്ഞല്ലോ. അനിഷ്കുർലി, എന്നിട്ടോ ഒലി വാൽദൈക്ക്, ആ മാതാപിതാക്കൾക്കും, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ. ഇനി ഇതൊന്നും നീ ചെയ്തില്ലേ, ഇലയ്യൽ മസീർ, മടക്കം എന്നിലേക്കാണ്, മറക്കണ്ട. ആ വാക്ക് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നമ്മളവിടുന്ന് അടിയും കൂടിയൊക്കെ കൂടും. മുമ്പൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ അടിപിടിയും കൂട്ടിയാൽ ജയിലേ വരുമല്ലോ എന്ന് അറിയാം അല്ലേ. ഇവിടുന്ന് അടിയല്ലോ കിട്ടിയാൽ ജയിലേ വരുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം. അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാണ്ട് അങ്ങോട്ട് വരുമല്ലോ. ഇലയ്യൽ മസീർ, മടക്കം എന്നിലേക്കാണെന്ന് മറക്കണ്ട. അവിടെയൊക്കെ തെറ്റുകൾ വരാം, അവിടെയൊക്കെ ശുക്ർ നഷ്ടപ്പെടാം. അപ്പോൾ ശുക്രാണ് ജീവിതത്തിൻ്റെ. അള്ളാഹിനോട് ശുക്ർ കാണിക്കണം. അള്ളാഹുവിനോട് ശുക്ർ നഷ്ടപ്പെട്ടാൽ നാനാഭാഗത്തു നിന്നും നമ്മളെ നേരെ അതിക്രമങ്ങൾ ഉണ്ടാവും, നിർഭയത്വം നഷ്ടപ്പെടും. നമുക്ക് ഭക്ഷണം, പ്രയാസം, എല്ലാ നിലക്കുള്ള ബുദ്ധിമുട്ടുകളും നൽകും. അത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വിരുന്ന് സൽക്കാരം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കച്ചവടങ്ങളിലും വ്യവസായങ്ങളിലും ജോലികളിലും ഒക്കെ ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒത്തുചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.